ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്യജീവിതകാലത്ത് കഫർനാമിലായിരിക്കുമ്പോൾ ഈശോയുടെ ക്യാമ്പ് ഹൗസും ഓഫീസുമെല്ലാം പത്രോസിൻ്റെ ഭവനമായിരുന്നു. ഈശോ അവിടെ ഉള്ളപ്പോഴെല്ലാം ആളുകൾ ഓടിക്കൂടും. എത്തുന്ന രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചാണ് മടങ്ങുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈശോ വീണ്ടും പത്രോസിൻ്റെ ഭവനത്തിലെത്തി. ഈശോ അവിടെ എത്തിയ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ജനം തടിച്ചുകൂടി. ഈശോ അവരോട് ദൈവവചനം പ്രസംഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തളർവാദ രോഗിയെ കട്ടിലെടുത്തു കൊണ്ടുവരുന്ന 4 പേർ. അവർ നോക്കിയിട്ട് മുറിയിലെത്താനെന്നല്ല, അതിൻ്റെ പരിസരത്തെത്താൻ പോലും കഴിയാത്ത വിധം ജനക്കൂട്ടമാണ്. ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നേരെ ആ വീടിൻ്റെ മുകളിലേക്ക് കയറി. അതിൻ്റെ മേൽക്കൂര പൊളിച്ചു. ആ തളർവാദ രോഗിയെ കീഴോട്ടിറക്കി ഈശോയുടെ മുന്നിൽ എത്തിച്ചു. ഈശോനോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു. തളർവാദം അവനെ വിട്ടുപോയി. കൂടിയിരുന്ന നിയമജ്ഞരും ഫരിസേയരും കുറ്റം പറയുന്ന തൊഴിലാളികളാണല്ലോ. അവർ കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിന് ഈശോ മറുപടിയും കൊടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മനുഷ്യന് ഈശോ സൗഖ്യപ്പെടുത്തിയത് അവൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല. ആ മനുഷ്യനെ അവിടെ എത്തിച്ച 4 പേരുടെ സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം കണ്ടിട്ടാണ് സൗഖ്യപ്പെടുത്തിയത്. മേൽക്കൂര പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. പക്ഷേ കഫർനാമിലെ അന്നത്തെ വീട് മണ്ണുകൊണ്ടുള്ള ഭിത്തിയും വൈക്കോലും ചെളിയൊക്കെ കലർന്ന ഒരു മിശ്രിതം കൊണ്ടുള്ള പരന്ന മേൽക്കൂരയൊക്കെയാണ്. അത് പൊളിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അവരങ്ങനെ മേൽക്കൂര പൊളിച്ച് തന്നെ ആളെ ഇറക്കി. ആ വിശ്വാസം, അവരുടെ വിശ്വാസമാണ് ആ മനുഷ്യന് സൗഖ്യം ലഭിച്ചത്. നമുക്ക് വിശ്വാസമുള്ളവരാകാം. നമുക്കും ചുറ്റുമുള്ളവർക്കും സൗഖ്യമുണ്ടാകും. ആമേൻ.